ദൃശ്യം പോലെ നമുക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റും. അത് അത്രയും ത്രില്ലിംഗ് ആണോ? അത്രയ്ക്ക് ത്രില്ലിംഗ് ആണ്. മോഹൻലാലിന്റെ ഒരു അഴിഞ്ഞാട്ടം. പഴയ മോഹൻലാലിനെ കണ്ടു. ആണോ? വെൽക്കം ബാക്ക്. ഹെലികോപ്റ്ററും കോട്ടും തോക്കും ഒക്കെ ആയിട്ട് വരുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് ലാലേട്ടൻ പടത്തെക്കാൾ ബോക്സ് ഓഫീസ് പേടിക്കേണ്ടത് മുണ്ടും ഷർട്ടും ഇട്ട് വരുന്ന ഒരു ചെറിയ ഫാമിലി പടത്തെ തന്നെയാണെന്ന് തെളിയിച്ചുകൊണ്ട് വീണ്ടും ലാലേട്ടൻ്റെ ദ മോസ്റ്റ് അവൈറ്റഡ് തുടരും, ഡയറക്ടർ ബൈ തരുൺ മൂർത്തി. അപ്പോൾ പടം കണ്ടിറങ്ങി ഓടിച്ചുകൊണ്ട് ഫസ്റ്റ് ഇംപ്രഷൻ എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ റിവ്യൂ ഒക്കെ കമൻറ്റ് ചെയ്തേക്കുക. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തോ. നേരെ റിവ്യൂലേക്ക്. നല്ല പടം, എടുത്ത് പറയട്ടെ പോസിറ്റീവായിട്ട് തോന്നി. നല്ല യോണർ ബ്ലെൻഡ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. മറ്റേ ഫാമിലി ഡ്രാമയിൽ ചെറിയൊരു ത്രില്ലിങ് ഒരു ഇന്റർവെല്ലോട്ടാണ് പോകുന്നത്. ഫണ്ണും കോമഡി എലമെന്റ്സ് ഒക്കെ ഉണ്ട്. എല്ലാം നല്ല വർക്കായിട്ടുണ്ട്. മോഹൻലാലിനെ ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല തന്മയത്തോടെ തന്നെ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഒരു സ്വാഭാവിക അഭിനയം കുറച്ചാണെങ്കിൽ ശേഷം നല്ല രീതിയിൽ കാണാം. നല്ല ഒരു പുതുമയേറിയ സ്റ്റോറിയും ഒക്കെയാണോ? സ്റ്റോറിയൊക്കെ അത്യാവശ്യം നല്ല ഒരു ഫാമിലി ഡ്രാമയിൽ നിന്ന് ഒരു ത്രില്ലറിലോട്ട് പതുക്കെ ബാക്കി കണ്ടിട്ട് ഇനി പറയാൻ പറ്റത്തുള്ളൂ. ടുവേർഡ്സ് ഇന്റർവെൽ ആകുമ്പോഴേക്കും സീറ്റ് അഡ്ജ് ആവുന്നുണ്ട്. നല്ല ഫുൾ എൻഗേജിംഗ് ആണ് പടം. കൊള്ളാം, സസ്പെൻസ് ആയിട്ടുണ്ട്. കോമഡി എലമെന്റ്സ് ഒക്കെ ഉണ്ടോ? കോമഡി മോഹൻലാൽ കോമഡി പഴയ മോഹൻലാലിനെ കണ്ടു. മോഹൻലാലിനെ കുറിച്ച് എടുത്തു പറയാൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? പുതിയൊരു ക്യാരക്ടറാണോ? നമ്മൾ കുറെ നാളിന് ശേഷമാണ് ആ പഴയ ഫാമിലി മാൻ എല്ലാം ഉണ്ട്. എടുത്ത് വേറെ എന്തൊക്കെയാണ് പോസിറ്റീവായിട്ട് തോന്നിയത് സിനിമയില്? ഏറ്റവും ഹൈപ്പിലാണ് നിർത്തിയിരിക്കുന്നത്. ത്രില്ലിംഗ് എലമെന്റ്സ് എല്ലാം സൂപ്പർ ആയിരുന്നല്ലേ? ഡയറക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട്? ഇതുവരെ കാണാത്തൊരു സിനിമ, ഒരു പശ്ചാത്തലമാണോ സിനിമയിലുള്ള? ഇതുവരെ കാണാത്തതല്ല, മീൻസ് കുറെ നാളിന് ശേഷം ഇങ്ങനൊരു കാണുന്നത്. ഓക്കെ ചേച്ചി, താങ്ക് യു. എന്താ കോമഡിയാണോ പടം? കോമഡി ഒന്നുമല്ല, പിന്നെ ഡ്രാമാനാണ്. ദൃശ്യം പോലെ നമുക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റും. അത് അത്രയും ത്രില്ലിംഗ് ആണോ? അത്രയ്ക്ക് ത്രില്ലിംഗ് ആണ്. എന്താ എടുത്തു പറയാൻ വേറെ എന്തൊക്കെയാണ് ഉള്ളത്? ഏകദേശം നമുക്ക് ദൃശ്യം ഒരു വൈബ് ഈ പടത്തിൽ കിട്ടും. കോമഡി ആണോ? കോമഡി ആദ്യം തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മോഹൻലാലിന്റെ ക്യാരക്ടറെ പറ്റി പറയുകയാണെങ്കിൽ എന്താണുള്ളത്? ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനുമ്പ് അങ്ങനെ ചെയ്യാത്ത രീതിയിലുള്ള റോളായിട്ട് തോന്നും. ഒരു ഫണ്ണൊക്കെ ഉണ്ടോ ഇടയ്ക്ക്? അടുത്തിടയ്ക്ക് ചെയ്യാത്ത രീതിയിലുള്ള റോളായിട്ട് തോന്നും. ഓക്കെ, ഇതുവരെ കണ്ടിട്ട് നല്ല പടം. അല്ല, ഇതുവരെ കണ്ടിട്ടില്ലാത്ത കോൺസെപ്റ്റ് ഒക്കെയാണോ സിനിമയില്? കണ്ടിട്ടില്ലാത്ത കോൺസെപ്റ്റ് ഏകദേശം നമുക്കൊരു ദൃശ്യം പോലെ കാണാം, ഫാമിലിയായിട്ടൊന്ന് കാണാം. ഓക്കെ ബ്രോ, ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. എടുത്തു പറയാൻ എന്താ ഉള്ളത്? എടുത്തു പറയാൻ കോമഡി ഉണ്ട്, എല്ലാ സീനും അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. മോഹൻലാലിന്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെ. ഫണ്ണാണോ ത്രില്ലിംഗ് ആണോ? ഏറ്റവും ഫണ്ണും ത്രില്ലിംഗ് എല്ലാം ഉണ്ട്. അപ്പോൾ സെറ്റാണ്. സെക്കൻഡ് ഹാഫും കൂടെ കണ്ടിട്ട് പറയാം. ഓക്കെ ബ്രോ, താങ്ക് യു. കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാൻ എന്തുണ്ട്. എന്ത് കോമഡി ആണോ ത്രില്ലിംഗ് ആണോ? ഉണ്ട്, ഫാമിലി ആയിട്ട് ത്രില്ലിംഗ് ഉണ്ട്. ത്രില്ലിംഗ് കൊണ്ട് നിർത്തിയിരിക്കുകയാണ് പടം. എൻഗേജിംഗ് ആണ് നല്ല രീതിയിൽ. പക്ക എന്റർടൈൻമെന്റ് കണ്ടോ. ഇത്ര നേരം കൊണ്ട് നമുക്ക് ഇതുണ്ട്, ത്രില്ലിംഗ് ഉണ്ട്. ത്രില്ലിംഗ് ആണ് പടം. ഇനിയാണ് കാണാതിരിക്കുന്നത്. മോഹൻലാലിന്റെ ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. നല്ല ഇതായിട്ട് ഫാമിലി പിക്ചറായിട്ട് കാണാൻ പറ്റുന്ന ഇനി ത്രില്ലിങ് നല്ല ഇപ്പൊ കൊണ്ട് നിർത്തിയിരിക്കുക. കോമഡി ഒക്കെ ഉണ്ടോ? കോമഡി, നല്ല കോമഡി ഉണ്ട്, ചിരിക്കാൻ പറ്റുന്ന കോമഡി ഉണ്ട്. സ്റ്റോറിയൊക്കെ പറ്റി പറയുകയാണെങ്കിൽ നല്ല സ്റ്റോറി തന്നെ. ശോഭനയൊക്കെ നല്ല സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. തമിഴ് ചെവിയോട് കൂടിയാണ് എല്ലാം സംസാരിക്കുന്നത്. തന്നെ നല്ലതാണ് സംസാരിക്കുന്നതിനും. നല്ല കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിരിച്ചു പോകും. കോമഡി ഉണ്ട്, ആവശ്യത്തിനുള്ള കോമഡി ഉണ്ട്. ഓക്കെ ബ്രോ, ഫണ്ണാണോ ത്രില്ലിംഗ് ആണോ? സീറ്റ് പിടിച്ചിരുത്തോ? സീറ്റ് ത്രില്ലർ ഫണ്ട് അന്നേരം കോമഡി എന്നൊക്കെ പറഞ്ഞു അത്യാവശ്യമുണ്ട്. എല്ലാം ഉണ്ട്. അന്നേരം ഫണ്ണുണ്ട്, കോമഡി ഉണ്ട്. മോഹൻലാലിന്റെ ക്യാരക്ടറെ പറ്റി പറയുകയാണെങ്കിൽ എന്തൊക്കെയോ ഉണ്ട്. എങ്ങനെയുണ്ട്? എടുത്തു പറയാൻ എന്തൊക്കെയുണ്ട്? എടുത്തു പറയാനാണെങ്കിൽ ത്രില്ലിംഗ് ആണോ? കോമഡി എന്റർടൈൻമെന്റ് ആണെന്നല്ലോ പറഞ്ഞത്. ഫാമിലി ഡ്രാമയാണോ? പടങ്ങളുണ്ട് ബ്രോ? എന്താണ് ബ്രോ ഒരു കോമഡി? അതാണോ ഫാമിലി ഡ്രാമ? എന്തൊരു സസ്പെൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതോ നമുക്ക് സെക്കൻഡ് പാർട്ട് കാണുമ്പോഴേ അറിയാൻ പറ്റത്. ലാലേട്ടന്റെ ആ ഒരു ഇതൊക്കെ എങ്ങനെയുണ്ട്? പുതിയ ലാലേട്ടനോ അതോ തരുൺ മൂർത്തിയുടെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഒക്കെ ഉണ്ടോ? ഫസ്റ്റ് ഹാഫ് ഒരു കോമഡി ഇതായിട്ട് പോകുന്നത്. കോമഡി ഉണ്ട്, ഫാമിലി എന്റർടൈൻമെന്റ്. അടിപൊളിയാണ്. ഇന്റർവ്യൂ വരാൻ നല്ല അടിപൊളി. നല്ല സിനിമയാണ്. മോഹൻലാലിന്റെ നല്ല അടിപൊളി സിനിമയാണ്. ഫണ്ണാണോ അതോ ത്രില്ലിംഗ് ആണോ? ത്രില്ലിംഗ്. ഓക്കെ.